ഹായ് വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോയിന്റ്സ് പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഒരു 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് ഈ ഫോണിൽ, അതായത് ഐഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. മറ്റേ ഫോൺ മാറ്റാറായി എന്ന് പറഞ്ഞു, മറ്റേ ഫോൺ ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങി, അപ്പൊ അത് മാറ്റാറായി എന്ന് പറഞ്ഞു, സൗണ്ട് കുറവ് അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് നേരെ മാറിയത് വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിത് അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. രണ്ടുപേരും പോയി കളിച്ചോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ? അമ്മയുടെ വക എനിക്കും ചേച്ചിക്കും നല്ലൊരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ തമ്മിൽ വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാളക്ക് പോയതാണ് കേട്ടോ. അപ്പൊ വിച്ചു നമുക്ക് ചാലക്കുടി പോയിട്ട് മേടിക്കാമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കേട്ടോ, എന്തെങ്കിലും സാധാരണ കുഴിമന്തിയൊക്കെ ചാലക്കുടി നിന്നാണ് നമ്മൾ മേടിക്കാം. അപ്പൊ അതുമെല്ലാം ആയിരിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുമെല്ലാം ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചെന്നപ്പോ മഴ പെയ്തു കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പൊ എന്നെ ഒരു കടയുടെ അവിടെ പെട്ടെന്ന് കൊണ്ട് നിർത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു മഴയല്ലേ, ഇരിക്കാൻ വേണ്ടി നിർത്തി. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ മകക്കും മരുമോക്കും ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് മേടിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും സന്തോഷമായി. അമ്മയ്ക്ക് സമയമില്ലായിരുന്നു വീഡിയോക്കകത്ത് അധികം നിൽക്കാനായിട്ട് കേട്ടോ. അത് ആള് പെട്ടെന്ന് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് പോയി. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഹായ് ഹായ്, വരൂ. പറയല്ലേ എവിടേക്കാന്ന്? തിന്നിട്ടടി രണ്ട് സൈഡില്. പഠിപ്പി ആ മായാവി, ഞാൻ സിനിമ. അപ്പൊ ഞങ്ങള് പോവാനായിട്ട് നിക്കുകയാണ്. അമ്മ തിന്നിട്ട് കയ്യിലൊക്കെ കുറെ സാമഗ്രികൾ, അതെ. അന്നത്തെ ആ പോക്ക് മറന്നിട്ടില്ലല്ലോ അവിടെ. ഇവർക്ക് മനസ്സിലായോ? അതെ, അതിൽ അമ്മ ഇൻട്രോയില് തന്നെ ഒരു ഓടുന്ന ഒരു സംഭവം ഉണ്ട്. കണ്ണ് അതില് വരുന്ന ഭാവങ്ങൾ ശ്രദ്ധിക്കാമോ? അതൊന്നും പറഞ്ഞ ശൃംഗാരം, കരുണം, കരുണനല്ലടി കരുണൻ. പോ നമുക്ക്. നല്ല മഴക്കാരുണ്ട്. നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താ മഴ വരുന്നത്. ഞങ്ങള് മൂവിക്ക് പോയിണ്ടായിരുന്നു. ജാനുകുടി നല്ല ഉറക്കം കാരണം ഞങ്ങള് ജാനുകുടിനെ കൊണ്ടുപോയില്ല. അപ്പോ നല്ല മൂവിയിലായിരുന്നു. അതെ, ഗുരുവായൂർ അമ്പലം നടയിൽ ആയിരുന്ന സിനിമ ഞങ്ങള് കാണാൻ പോയി. ചിരിക്കാനൊക്കെ ഉണ്ട്. ഞാനൊക്കെ അമ്മൊക്കെ ഇരുന്ന് വാവിട്ട് ചിരിക്കണ്ടായിരുന്നു. മനസ്സൊരു കുറച്ച് എൻജോയ് ആവുന്നു. ബാക്കി ഓരോരോ ടെൻഷനും കാര്യങ്ങളും ഒക്കെ അല്ലേ. അതെ അതെ. അപ്പൊ നമുക്ക് പോയിട്ട് ഓയിലൊക്കെ കൊടുക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഓക്കെ, പോട്ടെ. ഡ്രസ്സുമ്മ പിടിച്ച് നിർത്തിയാലോ. അമ്മൂസ് DTDCക്ക് പോകുന്നുണ്ട് കേട്ടോ, കൊറിയർ കൊടുക്കാനായിട്ട്. ഒരു അർജന്റ് വന്നതാണോണ്ട് ഞങ്ങൾ പെട്ടെന്ന് വന്ന് കൊടുത്തായിരുന്നേ. ചുന അമ്മ പോയി. എവിടെ അവിടെ ഉണ്ടാ? അടിയില്ല. മമ്മൂസിന്റെ അവിടത്തൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. വലിയ കൈ. എന്റെ ബില്ല് കണ്ട് ഞാൻ എത്രയായി പറയാൻ പറ്റില്ല. കൊടുത്ത കയ്യിലെന്തോ ഒരു കടലാസ് കേട്ടല്ലോ. 500. ഓ ബസ് കയറി പൊക്കന്നാ പറ്റില്ലേ? അങ്ങനെ പറ്റും. അപ്പൊ എന്താണ് സർപ്രൈസ് എന്ന് പറഞ്ഞ് ഞാനിവിടം വരെ കൊണ്ടെത്തിച്ചോട്ടെ. മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓട്ടി വന്ന് കയറിയതാണ്. അപ്പോൾ വേറൊന്നുമല്ല, അമ്മയുടെ വക വണ്ടിമ്മ പോകുന്ന 2 പേർക്ക് ചെറിയൊരു ഗിഫ്റ്റ്. റെയിൻ കോട്ട് കിടക്കുന്നില്ലേ. അപ്പോ അമ്മീ മഴ ആസ്വദിക്കണമെങ്കിൽ അത് വേണ്ട. ചാലക്കുടിക്ക് ഇങ്ങനെ വിച്ചു കൊണ്ടുപോണേ കുഴിമന്തി എന്തെങ്കിലും. എനിക്ക് കുഴിമന്തി ഇഷ്ടമല്ല, പക്ഷെ എന്തെങ്കിലും മേടിച്ചു തരാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. സാരമില്ല, റെയിൻകോട്ട് ഭയങ്കര ആവശ്യമുള്ള സാധനം. ബൈ, അമ്മ മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോ അത് ഓക്കെ. ബൈ. എന്തായാലും വണ്ടിയൊക്കെ ഉപയോഗിക്കണല്ലേ. കേൾക്കോ
മഴയത്തൊന്നും പറയേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല തിരക്കുണ്ട് അത്യാവശ്യമല്ല ഇവിടെ നിൽക്കാൻ കണ്ടപ്പോ ആ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എനിക്കിടാൻ കേട്ടോ, ആൾക്കിടാനല്ല. എനിക്കിടല്ല. ചൂനക്ക് എന്തെങ്കിലും വേണോ അതിനകത്ത്? വേണമെങ്കിൽ അച്ഛനോട് ചോദിച്ചോട്ടെ. ഇപ്പൊ ചോദിച്ചാൽ കിട്ടും. ഇപ്പൊ ചോദിച്ചാൽ കിട്ടും. ചൂന ചോദിച്ചോ. അവിടെ ഭയങ്കര സെലക്ഷൻ ഒക്കെ ഉണ്ട്, ബാഗിന്റെയും ഇഷ്ടം പോലെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ. അതെ, പോയിട്ട് നോക്ക്. അതാണ് ഊരുന്നത്. ആ ഇട്. വലുതാണോ? അല്ലേ, കുഴപ്പമില്ലല്ലോ. ഇത്തിരി ലൂസായിട്ട് കിടന്നാൽ വേണം. കുഴപ്പമില്ല. പാടത്ത് കോലം വെച്ച പോലെ. ആ, ഇത് എത്ര റേറ്റ്? 590. 590 ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു 500 ഒക്കെ തരാം. ബാർഗൈനിങ് കണ്ടോ ഇപ്പൊ നടക്കാൻ പോന്നേ. കൂടുതൽ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് 500 ആവോ? പൈസ അച്ഛനെ ബാർഗൈനിങ് ആണ്. 54 550 500 ആക്കും. അച്ഛനെ 550 രണ്ടെണ്ണം അല്ലേ? ബാഗ് വേണ്ട, സ്കൂളിൽ വിടാറായിട്ടില്ല. അതെ ഭയങ്കര തിരക്കാണുണ്ടോ അതിനകത്ത്. അപ്പൊ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ എടുക്കണം കേട്ടോ, ചേച്ചിക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ആ കളറ് ഇത് ഒരെണ്ണം. ഓക്കെ, വേറെ ഏതാ ഇത് രസമുണ്ടല്ലേ ചേട്ടാ? ഇതെടുത്തോ, അതും കൂടെ ഒന്ന് തുറന്ന് കാണിക്കണം കേട്ടോ. നമുക്കറിയത്തില്ലല്ലോ, ജസ്റ്റ് ഒന്ന് തുറന്ന് സമാധാനത്തിന്. ഒരു ഫോട്ടോ എടുക്കാലോ? അതെ, ഓക്കെ, നല്ല രസമുണ്ട്. ഇപ്പോഴേ കൂടെ ചൂടി പോണോ? എടേ ഇപ്പഴേ കൂടെ ചൂടി പോണോ? മേര പട്ടി മേടിച്ചോടത്തേന് താങ്ക് യു. ആ, നേരത്തെ താങ്ക് യു പറഞ്ഞാണേ. താങ്ക് യു. വിസിലുണ്ട്, പി പി ഉണ്ട്. പി പി ഇവിടെ നിന്ന് മാറ്റ് ഊത്. എന്താ അങ്ങനെയാണ് സംഭവം. അല്ലാണ്ട് മഴ മഴ വല്ല കാര്യം ഉണ്ടായാ? അവളത് കണ്ടപ്പോ തൊട്ട് അവൾ നോക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ജാനിക്കൊരു കൊട മേടിച്ചു കൊടുക്കണം. തിരുപ്പതിയായി. അത്യാവശ്യം ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ വർഷങ്ങളായിട്ടുള്ള കടയാണ് ഇവിടെ. നമ്മള് ചാലക്കുടിക്ക് പോകുമ്പോ തന്നെ തൊട്ടപ്പുറത്താണ്. ഇവിടെ പണ്ടേ മുതലുള്ള കടയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് വന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് എവിടെ വന്നേക്കണെന്ന് വെച്ചാൽ എഴുതി കണ്ട പാർക്കീസന്റെ ബാഗ് കണ്ട. ആ, അപ്പൊ നമുക്ക് എന്തായാലും പോവാൻ നോക്കിയാലോ. മഴയാണ്.
മഴക്കാലം ആകുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരാളുണ്ട് കേട്ടോ, സ്കൂബിഡു. കണ്ടില്ലേ? ഞാൻ പരസ്യം കണ്ടായിരുന്നു. സ്കൂബിഡേ ഇത് ഇവരുടെ തന്നെയാണ് ബ്രാൻഡ്, ഇവരുടെ തന്നെയായിരിക്കും. ഇവർ തന്നെ കസ്റ്റം ചെയ്ത് ഇവരുടെ തന്നെ ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു സംശയം. വർഗീസേട്ടന്റെ ബാഗുകൾ, അതാണ് ഈ കടയുടെ പേര്. ചാടി 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 പോവാ എന്തായാലും നമുക്ക്. ഇത് ഫുള്ളാ, ഫുൾ കോട്ട്. കോപ്പിക്കോട മേടിച്ചിട്ട് ഇനിയിപ്പൊ അവര് കിടന്ന് കരഞ്ഞ് ഇതിന് ഇടി കൂടില്ലേ ഇപ്പൊ ഇവിടെ? എന്തൊരു ഭയ വേണ്ടു. സന്തോഷമായി ജാനിക്ക് എന്തായാലും. ഇട്ടോക്കിയാ ആ സിബൂര് അവിടെ നല്ല ഇടിമിന്നലൊക്കെ. കുറ്റാലം വെള്ളച്ചാട്ടം എവിടെ? കുറ്റാലം കോഴിക്കോടാ. ഇതാണ് എനിക്ക് കറക്റ്റ്. കറക്റ്റാണ്. തത്തമ്മക്ക് കറക്റ്റ്. ഇത് 525 590 അവര് പറഞ്ഞേ. ലാസ്റ്റ് പറഞ്ഞു 525 രൂപ കിട്ടി. തല കൊള്ളില്ല അതില്, ഒരാളുടെ തല നിറച്ച് കൊള്ളില്ല, വെറുതെ ഷോക്ക് പിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെ നല്ലത് കടക്കാത്തോടെ കൊട കുടിക്കണ ആൾക്കാർക്ക് ഒരു 10-20 എല്ലാം ചാനിയാ നോക്കിക്കോ. കാട്ടായി പിപ്പി വിളിച്ചേ. ഇനി അതിലൊന്നും നടക്ക. ഇനി 2 ദിവസം ഉണ്ടാവുള്ളു. കാലത്തന്നെ അമ്പലത്തിൽ പോയി വരുന്നു, കാലത്തെ അമ്പലത്തിൽ പോയി ഒരു ഇടുക്കി കാരിയ അല്ലോ നീ എന്നും എൻ കൽവില്. ഇല്ല, കുളിക്കാനായിട്ട് നിക്കുക കൊച്ചു കുളിച്ചതാ കാലത്ത് തന്നെ കുളിച്ചു. കുരിയേറ്റോ. ഓക്കെ, ചന്ദനപ്പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും അങ്ങനെ എന്തോ ഒരു പാട്ടില്ലേ? ഹെൽമെറ്റ് ഊരല്ലേ? വീട്ടിൽ കയറല്ലേ? എന്നിട്ട് ഊരല്ലേ? ഹെൽമെറ്റ് ഊരല്ലേ? ഊരി ഹെൽമെറ്റ് വെച്ചിട്ട് തലവേദന. ഞാൻ പോയപ്പോ ഉണ്ടല്ലോ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ പോയ വഴിക്ക് മഴയായിരുന്നു. അതിനിവിടെ മഴ ഉണ്ടായില്ലല്ലോ. അങ്ങോട്ടേക്ക് മഴയാ. മഴയല്ലേ? ക്ലിപ്പില്ലാതെ ഞങ്ങള് തല പോയിക്കും. അതല്ല ഞങ്ങളുടെ വൈബ്. കേറാന്നാ ഞാനേ മനസ്സൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തിനെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ദൈവത്തിനെ കണ്ട് ഞാൻ എന്റെ വിഷമം ഫുള്ള് പറഞ്ഞു. എന്റെ കാര്യം ചോദിച്ചില്ലേ? സമയമുണ്ടോ എന്തോ എന്റെ കാര്യം ചോദിച്ചില്ലേ? നിന്റെ കാര്യം ചോദിച്ചില്ല. നിന്നെ ഞാൻ വിളിച്ചത്. അപ്പൊ നീ അല്ല അങ്ങനെ ചോദിച്ചില്ല. നീ വരുന്നില്ലെന്ന് പറഞ്ഞില്ല. അപ്പൊ ആളെ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ അവനോട് ഇരുന്നോ. ഞാൻ പോവാറുണ്ടല്ലോ, എല്ലാ ആഴ്ചയും പോവാറുണ്ടല്ലോ. എല്ലാ ശനിയാഴ്ചയും പോവാറുണ്ട്. അപ്പൊ എനിക്ക് ശനിയാഴ്ച അമ്മയും മോനും പോകുന്നോണ്ട് സമയം കിട്ടാറില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിട്ട് പൊക്കോണ്ടിരിക്കും. ഇന്ന് പായസം ഒന്നും കിട്ടിയില്ല കേട്ടോ. പായസത്തിന്റെ ആളാണ്. അവിടെ ചെല്ലുമ്പോ പായസം കിട്ടും, അതിന്റെ ആളാണ്. അമ്മയ്ക്ക് കൊണ്ടോട്ട് കൊടുക്കും. അമ്മ കുളിച്ചിട്ടിരിക്കുന്നു. ഒരു മലരൊക്കെ കിട്ടല്ലേ? കളയല്ലേ? കളയല്ലേ? കൊണ്ടുവക്ക്. കേറാന്ന് കൊടുക്ക്. അമ്മ പിടിച്ചേക്കാം ചേർക്കും. 2 കൈ കൊണ്ട് പിടിച്ച് കയറണല്ലോ. ഇപ്പൊ കുളി കഴിഞ്ഞോളൂ കേട്ടോ. ഞാൻ അതാണ് ഷർട്ട് ഇടിക്കാഞ്ഞത്. അപ്പളേക്കും നീ വന്നില്ലേ? അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. അപ്പൊ കേറിപ്പോ ഇത് എവിടേക്ക് ഹെൽമെറ്റ് ഒക്കെ വെച്ച് എന്റെ അമ്മേ. എന്താണ് അവിടെ നിക്കണേ? ഇങ്ങോട്ട് വായോ. ഒരു തത്തമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ, അങ്ങോട്ട് എടുത്തിട്ടുണ്ടോന്നേ. എന്റെ പൊന്നെ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിക്കണ കണ്ട ആരത്? ഉസ്താദ് അലി റഹ്മാന.
അമ്മ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അമ്മ എന്നെ അതെ അതെ അതെ. നോക്കൂ ആ കുപ്പിക്ക് പാല് മേടിച്ചു വെക്കി. സൂപ്പർ കോട്ട. എനിക്ക് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് അതാ ചേരുന്നത്. ഇത് വലുതാ. അടിപൊളിയുണ്ട്. തുറന്ന് ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്ക്. എനിക്ക് സമയമില്ല, ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. ഓൾറെഡി ലൈറ്റ്. ഓക്കെ. ജാനിയുടെ തല ഇട്ട് അയ്യോ ഉടുപ്പിട്ടില്ല അവളുടെ. ഇതാണ് അമ്മൂന്റെ ആയിരുന്നത്. ഞാൻ ഇട്ട് നോക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ ചേച്ചിക്ക് എന്നെക്കാളും ഇത്തിരി ഹൈറ്റ് ഉണ്ട്. ഞാൻ ഹൈറ്റ് കുറവാ. അപ്പൊ ഞാൻ മറ്റേ ചെറുതല്ലേ. പക്ഷെ കുഴപ്പമില്ല, കറക്റ്റ് അമ്മൂന് ഇച്ചിരി ലൂസുള്ളൂ. ഓക്കെ. മറ്റേ എന്റെ കറക്റ്റ് ഫിറ്റാ. അതെ അതെ. കൈയൊക്കെ ചെറിയൊരു ഉറക്കുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ മഴക്കാലം മതി. ഇതാ ഇത് നമ്മള് വില പേശി ലാസ്റ്റ് 525 രൂപയ്ക്ക് നമുക്ക് കിട്ടി. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ടുകൊണ്ട് പോയി. എന്റെ ടൗസർ മൊത്തം നനഞ്ഞിരിക്കുന്നു. ഇതാണ് ഇട്ടാ. അത് നമുക്കിത് 90% പറയാൻ പറ്റില്ലല്ലോ. അല്ല 100% പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതൊരു കാര്യം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഓപ്പൺ ആയിരുന്നു എന്റെ. അതാണ് വെള്ളം കയറി പോയിട്ട്. നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. നല്ല മഴക്കാർ എന്ത് വന്നു തുടങ്ങിട്ട്. ഇത്രയും നേരം നല്ല വെയിലൊക്കെ കണ്ടതാണ്. ഇപ്പൊ മഴക്കാർ വന്നു തുടങ്ങി. ഇപ്പൊ കലക്കാനുള്ള സാധ്യതയുണ്ട്. വരൂ കുട്ടി വരൂ. കുട്ടി ഡ്രസ് ഇട്ട് നിക്കുന്നുണ്ടല്ലോ. കുട്ടി ബാ, അമ്മ പോട്ടെ, ബാ കേറി പൊക്കോളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ. സീ യു ട്ടാ. സീ യു. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ഷെയർ ചെയ്യാ, ബെല്ലൈക്കൺ ഇടിച്ചു പൊട്ടി. എന്നിട്ട് വൈൻഡപ്പാ. വൈൻഡപ്പല്ല, ഞാൻ ഈ ജോലിക്ക് പോണ കാരണം കൊണ്ട് കൂടുതലായിട്ടും വീഡിയോയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ. പിന്നെ കൂടുതലും നമ്മൾ അവിടെയാണല്ലോ. പിന്നെ ചേച്ചിക്കും ഇപ്പോ ഇതൊക്കെ മുടക്കൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ അവിടെ ആയിരിക്കും. ഇവിടെ വരല് ഇപ്പൊ കുറവാണ്. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ഒക്കെ പോണെന്ന് വിചാരിക്കുന്നു. വണ്ടി ഇന്നലെ കഴിയുന്നു. ഇല്ല ഓ വണ്ടിയുടെ പരിപാലനം കണ്ടിട്ടാണ്. അപ്പൊ ഓക്കെ, ശരി. ഓക്കെ, ബൈ ബൈ. വണ്ടി കഴിയുന്ന ഇല്ലെന്ന് കാറ്റൊക്കെ തന്നിട്ട് പോണേ. അപ്പൊ നമുക്ക് കയറിപ്പാ. എന്തുവാണിത്? എന്തിട്ട് കാണിക്കണേ? രാവിലെ തത്തമ്മ ചേച്ചിനെ എടുത്ത് ഫോൺ വിളിച്ചിട്ട് ഒരാള്. എന്നിട്ട് ഞാൻ തുണി മടക്കണിക്ക് അപ്പൊ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മു ആന്റി തന്നെ. എനിക്ക് മനസ്സിലായില്ലടാ. ചേച്ചി ഭാഗത്തിന് ഫോൺ ഇല്ലാണ്ട് ചേച്ചി തിരിച്ചു വിളിച്ചു പേടിച്ച്. എന്ത് പറ്റിന്ന് ചോദിച്ചു. അമ്മാതിരി കോള് വിട്ട്. എന്റെ പൊന്നു ദൈവമേ. എന്തായാലും പോവാ. എന്റെ ദൈവമേ, 2 വർഷം കാണാണ്ടിരുന്ന ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. എത്തിപ്പിടിച്ച് കുറെ നേരം ഞങ്ങള് സ്നേഹിക്കും. പിന്നെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ഇടിയായി. തല്ലല്ല, ഞങ്ങൾ കളിയാണത്. പാറപ്പൻ ഈയിടത്തൊട്ട് ബൂസ്റ്റ് കുടിച്ചിട്ടാ വന്നേ. മറ്റേ ബോക്സിംഗ് ആണ് ഇവിടെ കിടന്നത്. മലത്തി ഇടിക്കുക, അതാണ് ഇപ്പത്തെ പരിപാടി. അയ്യോ കുഞ്ഞു ബാവ, ചേച്ചിയുടെ കുഞ്ഞു ബാവ. കുഞ്ഞുമാമയാണ് ചേച്ചിയുടെ കുഞ്ഞുമാമ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്ര ഉള്ളു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ടൈമില് ഏറ്റവും ആവശ്യമുള്ള സംഭവം തന്നെ അമ്മ ഗിഫ്റ്റ് ആയിട്ട് തന്നു 2 മക്കൾക്കും. അപ്പൊ അതില് ഒരുപാട് സന്തോഷം. താങ്ക് യു മമ്മി. അമ്മയോട് എനിക്ക് താങ്ക് യു നേരിട്ട് പറയാൻ പറ്റിയില്ല കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞില്ല, ഓരോരോ തിരക്കുകള് കാര്യങ്ങള് ബിസി. പിന്നെ അമ്മയ്ക്ക് വർക്ക് ഉണ്ട്, അമ്മ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കനും ഇടിച്ച് പൊട്ടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ബൈ ബൈ.